ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സഫാരി മല ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സഫാരി മല ചാനലിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നവർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കോൺവാൾ ട്രിപ്പിലേക്കുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നൊരു ഇൻഫർമേഷണൽ വീഡിയോ വരുന്നുണ്ട്. അതാണ് ഈ വീഡിയോ. എന്തായാലും ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആക്ച്വലി ഞങ്ങൾ കോൺവാൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കസിൻസ് വന്നായിരുന്നു. ഞങ്ങൾ ലണ്ടൻ ട്രിപ്പ് പോയായിരുന്നു ആക്ച്വലി. പക്ഷെ അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ എടുക്കുന്നില്ല, ഞങ്ങൾ മുമ്പൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഇതിൽ ഇൻഫർമേഷൻ ആയിട്ട് പറയാൻ പറ്റുന്ന പറയുന്നത്, ഈ മാഡം ടുസാറ്റ്സ് ലണ്ടനായി പിന്നെ ഡഞ്ചൻ അങ്ങനെ കുറച്ചധികം ലണ്ടൻ ആക്ടിവിറ്റീസ് ഇപ്പോൾ വളരെയധികം ഡിസ്കൗണ്ട് പ്രൈസിൽ പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ലണ്ടനായി മാഡം ടുസൈറ്റ്സും സീ ലൈഫ് അക്വേറിയം എല്ലാം കൂടി 50 പൗണ്ട്സിന് പെർ 50 പൗണ്ട്സ് പോയായിരുന്നു. കിഡ്സിനാണെങ്കിൽ 45 പൗണ്ട്സ്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യരുത്. സമ്മർ സീസൺ ആയതുകൊണ്ടാണ്, പിന്നെ എല്ലാവർക്കും സ്റ്റുഡൻസിനൊക്കെ വെക്കേഷൻ ആയതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു ഡീൽ ഇറക്കിയേക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ നന്നായി യൂസ് ചെയ്യാം. എന്തായാലും നമുക്ക് വീഡിയോ ടോപ്പിലേക്ക് കിടക്കാം. ടാക്സ് റീഫണ്ട്സിനെ കുറിച്ചാണ്, സ്പെഷ്യലി ഹെൽത്ത് സെക്ടറിലുള്ളത്. കാരണം ഞാനൊരു ഹെൽത്ത് സെക്ടറാണ്, അപ്പോഴാണ് ഇങ്ങനെ കൊളീഗ്സ് പറഞ്ഞ് നമുക്ക് ഓരോ ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോം ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു സില്ലി ആയിട്ടൊരു കാര്യമായിട്ടേ തോന്നും നിങ്ങൾക്ക് ചിലപ്പോൾ. ഇതാണ് നമ്മുടെ യൂണിഫോം വീട്ടിൽ വന്നാണ് വാഷ് ചെയ്യണമെങ്കിൽ അതിന് ഒരു ടാക്സ് റീഫണ്ട് ഉണ്ട്. പിന്നെ നമ്മൾ NMCക്ക് ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഫോർ ഇയർലി നമ്മളൊരു പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല നമ്മുടെ രജിസ്ട്രേഷൻ പുതുക്കാനും അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടും, അതിൽ നമുക്കൊരു റീഫണ്ട് കിട്ടും. പിന്നെ ഞാൻ RCനെ കണ്ടില്ല, പക്ഷേ യൂണിസൻ്റെ ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അതിനും ഒരു 70% റീഫണ്ട് ഞാൻ കണ്ടിരുന്നു. ഇത് എനിക്ക് റീഫണ്ട് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിതിപ്പോൾ ഈ ഇൻഫർമേഷൻ കിട്ടിയിട്ട് കുറച്ച് നാളായാലും ഞാൻ ഇച്ചിരി വെക്കേഷൻ പരിപാടിക്ക് ആയതുകൊണ്ട് ചെയ്തില്ല. ഇന്നാണ് ലിറ്ററലി ഇപ്പോൾ ഈ വീഡിയോ തരുന്നതിന് മുമ്പാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഫുൾ ഒരു 3/4 പ്രോസസ്സിൻ്റെ എത്തി. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എൻ്റെ BRP കാർഡിൽ എൻ്റെ ഫുൾ നെയിം ഒരൊറ്റ ലൈനായിട്ട് സർനെയിമും ഫോർനെയിമായിട്ട് എഴുതാത്തതുകൊണ്ട് അത് അവർക്ക് ഐഡൻറ്റിറ്റി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വെരിഫൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ അത് പോസ്റ്റൽ വഴിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആർക്കെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പോസ്റ്റൽ വഴി അതിനൊരു ഫോമുണ്ട്. അവർ അങ്ങനെ ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട് പോസ്റ്റ്. എന്നിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റാത്തവർ പക്ഷേ എലിജിബിൾ ആണ് ടാക്സ് റീഫണ്ടിന്. അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് ഈ പോസ്റ്റൽ വഴി ഒരു ഓൺലൈൻ ഫോം കിടക്കേണ്ടത്, അത് ഫില്ല് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതി. അവർ ആക്ച്വലി പറഞ്ഞേക്കുന്നത് ബാങ്ക് ട്രാൻസ്ഫേഴ്സ് ആണെങ്കിൽ വിത്തിൻ 5 to 6 days ചെക്കായിട്ട് വരണമെങ്കിൽ ലൈക്ക് ടു 60 days വരെയാണ് ഈ ടാക്സ് റീഫണ്ട്സ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഇത് എവിടെ ചെന്നാണ് നമുക്കിത് ചെയ്യേണ്ടത്? നമ്മൾ ചുമ്മാ ഗൂഗിൾ വാഷിംഗ് യൂണിഫോം എന്ന് ഇട്ട് കഴിഞ്ഞാൽ പല പ്ലാറ്റ്ഫോംസ് വരും. അതൊന്നും യൂസ് ചെയ്യരുത്. government.uk ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറാം. അതിലെപ്പോഴും നിങ്ങൾ ആ ഒഫീഷ്യൽ കയറുമ്പോൾ ഒരു സെർച്ച് ബാർ ഉണ്ടാവും. ആ സെർച്ച് ബാറിൽ ഒന്നില്ലെങ്കിൽ ക്ലെയിം ജോബ് എക്സ്പെൻസ്, ഞാനെപ്പോഴും വാഷിംഗ് യൂണിഫോം എന്നിടാം, അപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ അതെടുത്ത് സെലക്ട് ചെയ്യുക. അവർ അത് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഏതൊക്കെ പ്രൊഫഷണൽ ബോഡീസാണ്, ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഏതൊക്കെ എലിജിബിലിറ്റി ഉള്ളത്, ക്രൈറ്റീരിയാസ് ഒക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്, അത് വേറെ ആരെങ്കിലും ആണോ വേറൊരാൾക്ക് വേണ്ടി ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. അതിന് ഒഫീഷ്യൽ 2-3 ചോദ്യങ്ങളും ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ നാഷണൽ ഇൻഷുറൻസ് നമ്പറും കഴിയുമ്പോൾ അവർ ഡയറക്റ്റ് നമുക്കൊരു ഗേറ്റ് വേ നമ്പർ ഉണ്ടാവുമല്ലോ. നിങ്ങൾക്കൊരു എത്ര ഡിജിറ്റ് നമ്പറാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു 8-10 അങ്ങനെന്തോ ഡിജിറ്റ് നമ്പർ ഉണ്ട്. അത് നിങ്ങൾക്ക് അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു അക്കൗണ്ടിലേക്ക് കയറും. അവിടെ നിന്നാണ് ഈ നെക്സ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ഈ നെക്സ്റ്റ് മെയിൻലി പ്രോസസ്സിൽ ഒന്ന് നിങ്ങളുടെ BRP കാർഡ് അല്ലെങ്കിൽ P60 അല്ലെങ്കിൽ നാഷണൽ ഇൻഷുറൻസ് നമ്പർ, പിന്നെ UK ഡ്രൈവിംഗ് ലൈസൻസ്, ഇത്രയും ഡീറ്റെയിൽസ് അതിൽ ആവശ്യമുള്ള 2-3 ഡീറ്റെയിൽസ് അവർ വെരിഫൈ ചെയ്യും. അങ്ങനെ വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് അവർ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ ടാക്സ് റീഫണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏത് വർഷം തുടങ്ങിയാണ് കിട്ടാത്ത ആ വർഷം തുടങ്ങി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. എത്ര രൂപ റീഫണ്ട് കിട്ടിയെന്ന് എനിക്കും അറിയാനൊരു താല്പര്യമുണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും കുഴപ്പമില്ലെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക.
വേറെ എന്തെങ്കിലും വീഡിയോസിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിനെ റിലേറ്റഡ് ആയ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ റിപ്ലൈ ചെയ്യാം എനിക്കറിയാവുന്നതുപോലെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 വഴി മെത്തേഡ് ഉണ്ട്. കോൺടാക്ട് നമ്പർ ഉണ്ട് ഒഫീഷ്യൽ സൈറ്റിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു റിക്വസ്റ്റ് ഇടാം. ഇന്ന ഇഷ്യൂസ് കാരണം ഇതൊക്കെ ഉണ്ടാവുകൊണ്ട് ഒരു ക്വയറി നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അതിലും ക്വയറി സബ്മിറ്റ് ചെയ്യുമ്പോൾ 2 days എടുക്കും. ഫോം വിളിക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ 45 മിനിറ്റ് വരെ നമ്മൾ ഹോൾഡിലൊക്കെ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ക്വയറി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ആക്ച്വലി ഈ വീഡിയോൻ്റെ ഒതൻറ്റിസിറ്റിക്ക് നിങ്ങളെക്കുറിച്ച് വല്ല ഡൗട്ട്സ് ഒക്കെ വരാണെങ്കിൽ ആക്ച്വലി നിങ്ങൾ ഈ NMC-കാർ മീൻസ് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിൻ്റെ നിന്ന് ഇമെയിലുകൾ വരാറുണ്ടല്ലോ, നിങ്ങൾ റീവാലിഡേഷൻ അല്ലെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കാറ്. അതിൻ്റെ ആക്ച്വലി ആ ഇമെയിൽ നിങ്ങൾ ഫുള്ള് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിയിലുണ്ട് നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് റീക്ലെയിം ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഇമെയിലുകൾ പോയി തപ്പിക്കഴിഞ്ഞാൽ അതിലും കാണാൻ പറ്റും നമുക്ക് ഈ ടാക്സ് റീഫണ്ട് ക്ലെയിമിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു, ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കൊളീഗ്സിനും ബാക്കിയുള്ള NHS ഹെൽത്ത് സെക്ടേഴ്സിലുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. പോസിറ്റീവായാലും നെഗറ്റീവായാലും ഞങ്ങൾ എടുക്കും. ഞങ്ങൾ അതനുസരിച്ച് നിങ്ങൾക്ക് പറ്റാവുന്ന പോലെയൊക്കെ റിപ്ലൈ തരാം. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ടാക്സ് റീഫണ്ട് ക്ലെയിം ചെയ്യാത്തവർ പോയി ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ സമ്മർ വെക്കേഷനായിട്ട് ഓഫറുകൾ പോകുന്ന ലണ്ടൻ ആക്ടിവിറ്റീസും എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്യുക അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.